अगर नहीं बोलेगे तो अंदर नहीं जा सकते। ये मिस्टर, ये मेरा घर है। ये साहब जी मेम साहब का बेटी है। സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞേ അകത്ത് പോകാൻ പറ്റൂ. ലുക്ക് മിസ്റ്റർ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. എന്താ നിങ്ങൾക്ക് ഞങ്ങളെ സംശയമുണ്ടോ? ये हमारी ड्यूटी है. കുട്ടിക്ക് മാത്രം അകത്തേക്ക് കടക്കാം. മറ്റുള്ളവരെ ചെക്കിംഗ് കഴിയാതെ വിടത്തില്ല. എന്താ എന്താ പ്രശ്നം? क्या हुआ? गेट के सामने भीड़ नहीं होनी चाहिए. Come on, disperse. എന്റെ വീട്ടിലേക്ക് എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ നിങ്ങളുടെ അനുവാദം വേണോ? ശുക്രാം, എനിക്ക് യാൻ സെ ഭേജോ. ആരാ നിങ്ങള്? സെക്യൂരിറ്റി ഗാർഡ്സ്. ജസ്റ്റിസ് ഉഷാ വർമ്മയ്ക്കും ഫാമിലിക്കും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്ലാക്ക് കാറ്റ് സ്ക്വാഡ്. ആ ജസ്റ്റിസ് ഉഷാ വർമ്മയുടെ മകളാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി വേണ്ട. സ്റ്റോപ്പ്. മാനസികകത്ത് പോകാം, പക്ഷെ ഇവരെ ചെക്ക് ചെയ്തിട്ടേ വിടൂ. വീഡിയോ ക്യാമറ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. I mean, ये वीडियो कैमरा अंदर नहीं ले जा सकते. हम सबको जानते हैं साहब. നിന്നോട് ചോദിച്ചില്ല, കേറി പോടാ. कोई बात नहीं मानसी, मैं टेलीफोन करूंगा. हम चलते हैं. ओके, उषा मैडम से हमारा सलाम बोलना. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ള ഒരു ഡാർജിലിംഗ് ചായ പോയി. ഇനി പഴയതുപോലൊന്നും ഓടിച്ചാടി കയറാക്കൂലല്ലോ. അതെ, പാസ് വേണം. അതും സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം. അമ്മേ, അമ്മേ. ഞാനില്ലാതെ പിന്നെ മുറി തുറക്കാൻ ആര് പറഞ്ഞു? ആ, നീ വന്നോ? അമ്മേ, ആരാ അതൊക്കെ അവിടുന്ന് മാറ്റിയത്? എന്റെ ബുക്സ്, CD പ്ലേ, പെയിന്റിങ്സ് ഒക്കെ എവിടെ? എനിക്കൊന്നും അറിയില്ല. അവരെന്തോ സെക്യൂരിറ്റിയുടെ പ്രശ്നം പറഞ്ഞ് നിന്റെ മുറി മാറ്റി. ടെന്റിലിരുന്നാൽ അവർക്ക് എല്ലാവരുടെയും മൂവ്മെന്റ്സ് കാണണോത്രേ. ഇനി മുതൽ എന്റെയും നിന്റെയൊക്കെ മുന്നിലും പിന്നിലും ബ്ലാക്ക് ഹാറ്റ്സ് കാണും. നിന്റെ അങ്കിൾ നമ്മളോട് ചെയ്യുന്ന ഒരു ചെറിയ ഫേവർ. ആ ആട്ടെ, എവിടെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ? ഗേറ്റിൽ വെച്ച് നാത്തൂറാമിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഇൻസൾട്ട് ചെയ്ത് അവർ പറഞ്ഞു വിട്ടു. നമ്മളെന്താ ഹൗസ് അറസ്റ്റിലാണോ? കാലിലും കയ്യിലും ചങ്ങലയിട്ടതുപോലെ ആയി. ഒന്ന് മിണ്ടാനും പറയാനും വയ്യ. മേം സാബ്, ഈ ഗാർഡ്സിനെ എവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കണം. ഇപ്പൊ അവരുടെ ഡിസ്റ്റർബൻസ് ഈ വീട്ടിലുള്ളവരോടായി. മിസ്റ്റർ ശ്യാം, എന്താ ഇതൊക്കെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കാൻ രാജൻ ഓർഡർ തന്നിട്ടുണ്ടോ? ഇവിടെ പലരും വരും. എന്റെ കുട്ടികൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ സിറ്റിയിൽ. ഡു യു നോ ദാറ്റ്? ഐ എം സോറി മാം സാബ്. എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവരൊന്നും ജയിലിൽ നിന്ന് ചാടി വന്നവരല്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം അവരോട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ മാം സാബ്. കുട്ടിയുടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് തന്നോളൂ. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. ഇയാൾ ഇനി പ്രോബ്ലം ഉണ്ടാക്കാതിരുന്നാ മതി. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം. ആയുസിന്റെ ബലം കൂട്ടാൻ വേണ്ടി കൂട്ടിൽ കിടക്കാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. സർക്കാരിന്റെ ഒരുപാട് കാശ് ഞങ്ങൾ എണ്ണി വാങ്ങുന്നുണ്ട്. ആയുസ് പണയപ്പെടുത്തി തന്നെയാണ് ഒരു ബുള്ളറ്റ് പ്രൂഫ് പോലും ഇല്ലാതെ ഈ വീടിന്റെ ഗേറ്റിൽ മാഡത്തിന്റെ ജീവൻ കാക്കാൻ ഞങ്ങൾ കാവൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവൻ അത്രയ്ക്ക് വിലയുള്ളൂ മേം സാബ്. പിന്നെ കൂടുപണിയിലും കൂട്ടിൽ കിടത്തലും ഒക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം മാത്രമാണ്. സോ കൈൻഡ്ലി ബെയർ വിത്ത് us. ഇത് ഡ്യൂട്ടിയല്ല, തോന്നിവാസമാണ്. തോക്ക് ചൂണ്ടിക്കൊണ്ടുള്ള ധിക്കാരം. സോറി മിസ് മാനസി, ഐ എം ശ്യാം. ബെഡ്റൂം ഇങ്ങോട്ട് മാറ്റിയതിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ? ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അല്ലാതെ എന്റെ അല്ല. സെക്യൂരിറ്റി പ്രിക്കോഷൻസ്. ഗെറ്റ് ലോസ്റ്റ്. ഗുഡ് നൈറ്റ്. Good night. Good night. Good night. Good night. മരിയ, മരിയ, മരിയ. ആരാണ് പിസ്റ്റൾ പില്ലോട് കീഴ് കൊണ്ടുവച്ചത്? മേം സാബ്, ഞാനത് പറയാൻ വരികയായിരുന്നു. മേം സാബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. അതൊന്ന് പുറത്തേക്ക് എടുത്തോട്ട് പോ.
പോകുന്നുണ്ടോ? മേം സാബ്, മേം സാബ്, ദി ഓപ്പറേഷൻ ഇസ് വെരി സിമ്പിൾ. ഇൻ കേസ് ഓഫ് എൻ എമർജൻസി ദേ ഈ ട്രിഗറിൽ വിരൽ അമർത്തിയാൽ മതി. തോക്കിന്റെ പുറത്ത് തലവെച്ചിറങ്ങി ശീലിച്ചിട്ടില്ല ഞാൻ. മേലാൽ നിങ്ങൾ ഈ മുറിയിൽ കടക്കരുത്. ഇതുമാതിരിയുള്ള ഒന്ന് എന്റെ മുറിയിൽ കണ്ടുപോകരുത്. ഓക്കെ മേം സാബ്, എന്തെങ്കിലും അപകടകരമായി തോന്നിയാൽ ദേ ഈ സ്വിച്ച് ഒന്ന് അമർത്തിയാൽ മതി. ഇങ്ങനെ. Stop it. നിങ്ങൾ ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. Get out. I said get out with the pistol. എന്തു പറ്റി സർ? ഒന്നുമില്ല, ഞാൻ ആ സ്വിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. देखा वो पहले बात सावन को आना नहीं ढिंगना कड़ी गिनगिना कड़ी ढिंगना कड़ी गिनगिना कड़ी ढिंगना कड़ी गिनगिना की अब जानो मेरा भला. എന്താ ഇത്? റെഡിലി റൈസ് കേക്ക്. ഓഹോ, अब जाओ मेरा. അയ്യോ 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 നടക്കരുത്. അത് മേം സാബിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. സാർ ഞാൻ വേറെ വരാം. അവിടെ ഇരുന്നാട്ടെ. ഇന്ന് മുതൽ മേം സാബിന് കൊടുക്കുന്ന എന്ത് ഭക്ഷണവും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അതും 1 hour കഴിഞ്ഞിട്ട്. അണ്ടർസ്റ്റാൻഡ്? അയ്യോ എന്ന് പറഞ്ഞാ പറ്റുമോ? മേം സാബിന് ആഹാരത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ളതാ. വന്ന് ഇഡ്ഡലിയും ടെസ്റ്റ് ചെയ്യുവാന്നൊക്കെ പറഞ്ഞ എങ്ങനാ? അരിയും തിന്ന് ആചാര്യം കഴിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുന്ന് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആയിട്ട് തരണമെന്ന് പറഞ്ഞതാ. അതെ. കൊടുക്കണം. ജസ്റ്റിസ് ഉഷാവർമ്മയ്ക്ക് കണ്ട കരിമ്പൂച്ചകളും തിന്ന് എച്ചില് തിന്നേണ്ട ഗതികേട് വന്നല്ലോ. എന്റെ ഈശോയെ, ഒരു ജന്മത്തിലും എന്നെ ഒരു VIP ആക്കരുതേ. എന്നെ അവിടുത്തെ അടുക്കളക്കാരനും ആക്കരുതേ. ഏ? ആമീൻ. सॉरी, यहाँ फोटो लेने के लिए श्याम साहब ने मना किया है. Come on. इसकी कुछ कॉपीज मुझे भी चाहिए. श्योर, कल तुम स्कूल आओगी तब दे दूंगा. ओके, 9 o'clock. Oh, yes. ഇവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണെന്ന് അറിഞ്ഞൂടെ? सर, ഞാൻ ये फिल्म मुझे दे दो. यहाँ फोटो खींचना मना है. ये मानसी का फोटो है, ये हमें चाहिए. I am sorry. We cannot permit any photographs clicked in this premises to be taken out. മിസ്റ്റർ ശ്യാം, മാനസയുടെ ഫ്രണ്ടാണ് നാത്തുറാം. ഹേ മിസ്റ്റർ, ഇത് എന്റെ വീടാണ്. കുട്ടി വെറുതെ വാശി പിടിക്കരുത്. ഇയാൾ ഫോട്ടോ എടുത്തോട്ടെ, പക്ഷെ അത് ഈ വീട്ടിൽ വെച്ച് പറ്റില്ല. ഈ വീടിന്റെ ഒരു ആംഗിളും പുറത്ത് ലീക്ക് ഔട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് തന്റെ സമ്മതം വേണ്ട. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് പറഞ്ഞാലും ഇത് പറ്റില്ല, അത് പറ്റില്ല, മറ്റേത് പറ്റില്ല, മറിച്ചത് പറ്റില്ല. എന്താ ഇവിടെ പറ്റുന്നത്? ഒന്നും പറ്റില്ല. വീട്ടിൽ വന്ന ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും നിങ്ങൾക്കില്ല. മേം സാബ്, ഈ നെഗറ്റീവ് പുറത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പ്ലീസ്. Thank you. It's okay. I'm sorry. No problem. ഇയാളെ മാത്രമല്ല, ആ വിങ്ങിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. നിനക്കറിയുവോ, എവിടെയോ ഒരു പീസ് ബ്രേക്കർ ആവുകയാണ് ഇയാൾ. ഒരു റെസ്റ്റിക്കിന് അറിയാവുന്ന മാനേഴ്സ് പോലെ ഇയാൾക്ക് അറിയില്ല. ഈസ് എ മോൺസ്ട്രസ് ഫെലോ. വീട് മുഴുവൻ ഇയാളുടെ മോഫിക് മജസ്റ്റീരിയൽ ഓർഡേഴ്സ്. പ്രിയ ആദമൈറ്റുകൾ പോലും ഇയാളെക്കാൾ കൾച്ചറുള്ളവരാ രാജാ. ഇറ്റ്സ് ടു മച്ച്. നാളെ സെക്യൂരിറ്റി പ്രോബ്ലം പറഞ്ഞ് ഉണ്ണിയെയും മാനസിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ ഇയാളൊരു ലുനാറ്റിക് ആണ്. ഇയാൾ അതും പറയും. പറയുക മാത്രമല്ല മേം സാബ്, ചിലപ്പോ ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഞാൻ ല്യൂണറ്റിക്കാണ്, സമ്മതിച്ചു. ഇതുപോലുള്ള ട്രൈഫ്ലിംഗ് ടോക്കിന് മറുപടി പറയാൻ പാടില്ലാത്തതാണ് ഒരു കമാൻഡോ. തോക്കും തൂക്കി ആട്ടും തുപ്പുമേറ്റ് രാവും പകലും കണ്ണിലെണ്ണയൊഴിച്ച് കാവൽ നിൽക്കുന്ന എനിക്ക് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലെ പ്രീ ആദമൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമുണ്ടെന്ന് മേം സാബ് അറിയണം. പിന്നെ ഈ ഭൂമിയിൽ ജസ്റ്റിസ് ഉഷാ വർമ്മ എന്ന സ്ത്രീ 100 വർഷം ആയുസോടെ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമൊന്നും എനിക്കില്ല. നിങ്ങളെ ഒരു ചിരഞ്ജീവിയാക്കാനൊന്നും അല്ല ഞങ്ങൾ ബ്ലാക്ക് കാറ്റ്സ് പാറാവ് നിൽക്കുന്നത്. വ്യക്തിപരമായി നിങ്ങൾ എന്റെ ആരുമല്ല മേം സാബ്.
വെറും ഒഫീഷ്യൽ റെസ്പെക്റ്റേ എനിക്ക് നിങ്ങളോടുള്ളൂ. കാശ്മീരിലെ ബാരാമുള്ളയിലും കച്ച്വാരയിലും ഒക്കെ 100 കണക്കിന് ടെററിസ്റ്റുകൾ കൊല്ലാൻ കൊലവിളിച്ച് നടക്കുന്ന ഡൽഹിയിലെ പ്രയർ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കോർട്ട് ജഡ്ജിയുടെ ജീവൻ ഗവൺമെന്റിന് വലുതായതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വന്നത്. ഡിസിപ്ലിൻ ഉള്ള ഒരു പാരാമിലിറ്ററി ജവാൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മാത്രമല്ല എന്റെ വിങ്ങിലെ ഓരോരുത്തരും നിങ്ങളെ സഹിക്കുന്നത്. ഷോക്കേസ് ഡോളായി കൂത്താടി നടക്കുന്ന നിങ്ങളുടെ മകളെ സഹിക്കുന്നത്, അവരുടെ കൂടെയുള്ള ആട്ടക്കാരെയും മെറോണിക്കായ കാമുകനെയും സഹിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. കണ്ടില്ലേ നീ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ബോഡി ഗാർഡ്സിന്റെ മട്ടും ഭാവവും. എനിക്കും എന്റെ മക്കൾക്കോ ഇവരുടെ പ്രൊട്ടക്ഷൻ വേണ്ട. സർ, ഞങ്ങൾക്കും അങ്ങനെ. 1 minute, please. സോറി സർ. ചേച്ചി, കറുത്തുടുപ്പിട്ടവരാണെങ്കിലും കാട്ടിക്കിടക്കുന്ന കാട്ടാളന്മാരൊന്നും അല്ല അവര്. ചേച്ചി അവരെ മനസ്സിലാക്കുന്നില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബ്ലാക്ക് ആറ്റ് വിങ് ആണ് അവരുടേത്. ശ്യാം പറഞ്ഞതുപോലെ സുക്രാം കിച്ചണിൽ തന്നെ നിൽക്കട്ടെ. ഇറ്റ്സ് മൈ ഓർഡർ. മരിയ, ഉണ്ണി വിളിച്ചിരുന്നോ? ഇല്ല മേം സാബ്. എത്ര ദിവസമായി പോയിട്ട്? അവനൊന്ന് ഫോൺ ചെയ്തൂടെ? ഡെസേർട്ട് അല്ലേ മേം സാബ്, അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. എന്ത് ഡെസേർട്ട്? ജയ്പൂരിൽ ഇറങ്ങിയ അവിടെ വിളിക്കാമല്ലോ. ഈ കുട്ടികൾ ഇറസ്പോൺസിബിൾ ആണ്. പുറത്തേക്ക് ഇറങ്ങിയ വീട്ടിലുള്ളവരെ അങ്ങ് മറക്കും. മനസ്സ് ഇങ്ങനെ തന്നെയായിരുന്നു. മിസ്സസ് മറിയ സിംഗ്, എനിക്ക് ആ ഉണ്ണിയുടെ മുറി ഒന്നുകൂടി ഒന്ന് തുറന്നു കാണണം. എന്താ? അല്ല, കാണാം. ആ. ഉണ്ണി എവിടേക്കാണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയോ നിങ്ങൾക്ക്? ജയ്സാൽമർ, രാജസ്ഥാനിൽ. എന്ന്? എപ്പോ? മൺഡേ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ്. ഏത് വണ്ടിക്ക്? മുഗൾ എക്സ്പ്രസിന്. ഐഷുവർ? യെസ്. എന്താ സാർ? നത്തിങ്. പിന്നെ അധികം ചോദ്യങ്ങള് ഇങ്ങോട്ട് വേണ്ട, കേട്ടല്ലോ? ആ. ഒരു ചോദ്യം. ഫോൺ ബെല്ലടിക്കുന്നു. മേം സാബ് ആയിരിക്കും. ആ, സോഡ, और സോഡ. അകത്ത് കിടത്തിയത്? പിടിച്ച് പുറത്താക്കവരെ. Hey, look, none of your bloody business to interfere in this.
നടക്കടാ. छोड़ दीजिए साहब नहीं साहब बोल बोल इन्हें गए कि नहीं बैठ जा, बैठ जा। सुखराम सिंह, घबराओ मत। पहले से मैं तुझे शक करता था। सब बात बताओ। मुझे कुछ नहीं मालूम साहब नहीं मालूम सुखराम साहब सिंह, तुम मुझसे कुछ नहीं छुपा सकते। उन्नी साहब जैसालमर जा रहा था और ये बात तुमने किसको बताया? बोल मुझे कुछ नहीं मालूम साहब मैं गरीब आदमी हूँ बोल साले। बोल नहीं बोलोगे? नहीं साहब नहीं। मुझे मत मारो साहब मुझे मत मारो साहब मैं सब कुछ बता दूंगा നോ, അത് അവനല്ല. എല്ലാ എവിഡൻസുകളും കിട്ടിയതിന് ശേഷമാണ് സാബ് കൊല്ലപ്പെട്ടത് ഉണ്ണിയാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തത്. ആ ബോംബ് എക്സ്പ്ലോഷൻ പ്ലാനിംഗ് പോലും ഉണ്ണിയെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവിടെ ചിതറിക്കിടന്ന ബോഡികളിലൊരെണ്ണം അത് ഞങ്ങൾക്ക് ഉറപ്പാണ് സാബ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്ത് കനോട്ട് പ്ലേസിലാണ്. ബ്ലാസ്റ്റിംഗ് നടന്നത് സുൽത്താൻ സ്ട്രീറ്റിലല്ലേ? സാബിന്റെ മുമ്പിൽ വന്നു നിന്നൊരു ഊഹം പറയാൻ മാത്രം. ചിലപ്പോ വല്ല ഷോപ്പിങ്ങിനും വേണ്ടി ഉണ്ണി സുൽത്താൻ സ്ട്രീറ്റിൽ പോയിരിക്കാം. എവിടെയാണെങ്കിലും അത് സംഭവിക്കുമായിരുന്നു. ഞാൻ ചാർട്ട് ചെക്ക് ചെയ്തു. 3 മണിക്ക് പുറപ്പെട്ട മുഗൾ എക്സ്പ്രസിൽ ഉണ്ണി കയറിയിട്ടില്ല. ജയ്സാൽമറിൽ അയാൾ എത്തിയിട്ടുമില്ല. സുഖറാം പറഞ്ഞത് സത്യമാണ് സർ. ചിലപ്പോൾ ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും സുഖറാം അങ്ങനെ കൺഫ്യൂസ് ചെയ്ത്. അവൻ നുണ പറയായിരിക്കും ബൽറാം. അല്ല സാബ്, STFുമായി അവന് ബന്ധമുണ്ട്. വർഷങ്ങളായി അവൻ അവർക്ക് വേണ്ടി ഇവിടെ ചാരപ്പണിയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ബ്ലാസ്റ്റിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. ഉണ്ണിയുടെ കയ്യിലും ഇതുപോലെ പച്ച കുത്തിയൊരു മാർക്കുണ്ടായിരുന്നു. റിയാലിറ്റിയെ ഫേസ് ചെയ്യാതൊക്കില്ലല്ലോ സാബ്. മറച്ചു വെച്ചാൽ തന്നെ അത് എത്ര ദിവസം നമുക്ക് പറ്റും? Yes, you are right. ന്യൂസ് പുറത്തറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സർ, ഉണ്ണിയാണ് മരിച്ചതെന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഒഫീഷ്യൽ ഡിക്ലറേഷൻ കിട്ടണം. എങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഇത് രഹസ്യമായി സൂക്ഷിക്കണം. ഡൽഹിയിൽ STFന്റെ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുന്നവരെ പുറത്ത് ഇതാരും അറിയരുത്. യെസ് സാബ്. ഉണ്ണി മരിച്ച വിവരം ചേച്ചി അറിയുന്നത് ന്യൂസ് പേപ്പറിൽ നിന്നാവരുത്. ഡൽഹിയിലെ ഒരു മീഡിയയ്ക്കും ഈ ന്യൂസ് കിട്ടരുത്. ചേച്ചി എനിക്കിപ്പോ തന്നെ കാണണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വേണം. പ്ലീസ് കം വിത്ത് മീ. എന്ത് പറ്റി ചേച്ചി? ആ പഴയ നെഞ്ചുവേദന തന്നെ. ഡോക്ടറെ വിളിപ്പിച്ചില്ലേ? ഡോക്ടറെ വിളിച്ചിട്ട് കാര്യമില്ല. മരുന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ECG നോക്കണം. വരൂ, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടടാ, സാരമില്ല. സ്ലൈറ്റ് പെയിനാ. ചിലപ്പോ മസിൽ പെയിൻ ആയിരിക്കും. അങ്കിൾ അങ്കിൾ, ഇതിലും ഭേദം സെൻട്രൽ പ്രസിനാ. എന്താ കുട്ടി? നാത്തുറാമിനെ ഇയാള് ഫോണിൽ ചീത്ത പറഞ്ഞു. ഞാനിനി എങ്ങനെ അയാളെ ഫേസ് ചെയ്യും? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ രാജ, ഇവരുടെ ചട്ടമ്പിത്തര എന്റെ വീട്ടിൽ തന്നെ വേണോ? സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞു എന്ത് തോന്നിവാസം ആവാന്നായോ? ചേച്ചി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സിറ്റുവേഷൻ. അമ്മേ, പ്രോഗ്രാമിന്റെ ഇന്റർവ്യൂ പോർഷൻ ഇന്നാ എടുക്കുന്നേ. ഞാൻ ഇറങ്ങട്ടെ. ആ, നോ, ജോൺ, കൂടെ പോണം. ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോയാ മതി. കമോൺ, ഗോ വിത്ത്.
ഉണ്ണിയായിരിക്കും. ഹലോ, ഐ എം സോറി, ഷീ ഈസ് നോട്ട് ഹിയർ. കോൾ ബാക്ക് അറ്റ് 9 o'clock. അത് ഉണ്ണിയല്ല. അവൻ എന്താണോ വിളിക്കാത്തത്? നീ ഇന്ന് അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അത് ഡെസേർട്ടിലാവുമ്പോ ഞാൻ ട്രൈ ചെയ്യാം. അല്ല, നിന്റെ ഈ തിരക്കിനിടയിൽ കുട്ടികളുടെ കല്യാണക്കാര്യം വല്ലതും ഓർക്കുന്നുണ്ടോ? മിത്രയെ നീ ഇങ്ങോട്ടൊന്ന് അയക്കണം. കുറച്ച് ഡ്രസ്സ് എടുക്കാനാ. കല്യാണത്തിന് എന്റെ വക ഒരു കാശ്മീർ സിൽക്ക് സാരി. ചേച്ചി, അത് പിന്നെ ഉണ്ണി വന്നിട്ട് പോരെ? പോരാ, നീ അതിനിത്ര വറീഡാവണ്ട. അവളെ ഇങ്ങോട്ട് അയച്ചാ മതി. ഡ്രസ്സ് എടുക്കാനൊന്നും ഉണ്ണിയെ കാക്കണ്ട. അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പിലും തുണിക്കടയിലും കയറാൻ അവനെ കിട്ടില്ല. എന്താ രാജ, നിനക്കും വയ്യേ? ഒരു ഫ്ലൂ പോലെ. സൂക്ഷിക്കണം. ആ. ഓ, എന്തൊരു തണുപ്പ്. ഞാനൊന്ന് കിടക്കട്ടെ. ചേച്ചി, ആ. ഞാനും അങ്ങോട്ട് ഇറങ്ങുക. മിത്രയെ രാവിലെ തന്നെ ഇങ്ങോട്ട് അയക്കണം. സാബ്, നമ്മളത് മേം സാബിനോട്. ഇനി ഒന്നും നോക്കണ്ട. ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കണം. മാനസികം. എന്നാലും നമുക്കത് പറയാതെ ഒക്കില്ലല്ലോ സാബ്. താൻ കണ്ടില്ലേ, എങ്ങനെ പറയും ഞാൻ? ഉണ്ണി ജീവിച്ചിരിപ്പില്ല എന്ന് സ്വബോധത്തോടെ എന്റെ ചേച്ചിയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ പറയാതെ പറ്റില്ലല്ലോ സാബ്. ഉം. പറയണം. ഹായ് ഹായ്, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതാ. വാ. ദേ, ഇനി എന്നെ നീന്നും മിത്രാന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. ഓക്കേ. ജേഠാനി. ജേഠാനിയോ? ചേട്ടത്തിയമ്മ. ഉണ്ണി വിളിച്ചിരുന്നോ? ഉണ്ണി സാബിന് വീട് വിട്ട പിന്നെ ആ പരിപാടി ഒന്നുമില്ല. വാ, കുറച്ച് നടക്കാം. ഓക്കേ. സി, അധിക നേരം ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് അത്ര സേഫ് അല്ല. എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഏരിയ ആണിത്. എവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളൊരു ശല്യമായല്ലോ. എനിക്ക് ഇയാളെ കാണുന്നേ ഇഷ്ടമല്ല. നോക്ക്, കഴുകന്റെ മുഖഭാവം. ലോകത്തെല്ലാരും ഇയാൾക്ക് സംശയം. പാഗലാത്മി, ഭ്രാന്തൻ. ഗുഡ് മോർണിംഗ്. ആ, മോളോ ഒറ്റയ്ക്കാ? ആ, ആന്റിക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നതാ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ഇന്നിൽ ലഞ്ച്, മൗര്യ പാർക്കിൽ ഡിന്നർ, പാലിക ബസാറിൽ ഒരു മിനി ഷോപ്പിംഗും ഉണ്ട്. അങ്കിൾ എടുക്കുന്നില്ലേ? എനിക്ക് വേണ്ട മോളെ. ഓ, ഇന്ന് എന്ത് പറ്റി രണ്ടുപേർക്കും? ഇന്നലെ മുതൽ തുടങ്ങിയ രണ്ടുപേരും കരച്ചിലും പിടിച്ചിലും. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. എന്താ എന്റെ അങ്കിളും ആന്റിയും ഇത്ര മൂഡ് ഓഫ് ആയത്? മിത്ര ഇവിടുന്ന് കൊണ്ടുപോകുന്നു കരുതിയിട്ടാ? ഉണ്ണി അത്ര ക്രൂവലാവില്ല. കല്യാണം കഴിഞ്ഞാലും ഇവള് നിങ്ങളുടെ കൂടെ തന്നെ കാണും. പോരെ? ഞാൻ പ്രോമിസ് തരുന്നു. യെസ്, ഇവളിവിടെ ഞങ്ങളുടെ കൂടെ തന്നെ കഴിയും. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മരിക്കാൻ ഞങ്ങൾക്ക് അത്ര പേടിയൊന്നുമില്ല. വിധി അങ്ങനെയാണെങ്കിൽ വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. അങ്കിൾ പ്ലീസ്, ഇന്നെങ്കിലും ഈ ശല്യത്തിനൊന്ന് ഒഴിവാക്കിക്കൂടെ? വേണ്ട,
അത് പറ്റില്ല. നിങ്ങൾ എങ്ങും പോകണ്ട. പോണം. മിത്രയ്ക്കൊരു ട്രീറ്റ് കൊടുക്കണം. പിന്നെ അമ്മയുടെ വക ഒരു കാശ്മീർ സാരിയും ഉണ്ട്. വേണ്ട, എങ്ങോട്ടും പോണ്ട. അങ്കിള് പറയുന്ന കേട്ടാ മതി. ഇന്ദു വേണ്ടി അങ്ങനെ ഒക്കെ പറയും. മിത്ര, നീ വാ. അമ്മ ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഇന്ന് എവിടെ വേണമെങ്കിലും പോയി ഷൈൻ ചെയ്തോളാം. ബായ് അങ്കിൾ, ഞങ്ങൾ പോണു. ശ്യാം, സർ. 1 hour മാത്രം മതി ഔട്ടിംഗ്. യെസ് സർ. കനോട്ട് പ്ലേസോ പാലിക ബസാറോ വേണ്ട. സേഫായ മറ്റേതെങ്കിലും സ്ഥലം. സർ. ബി കെയർഫുൾ. യെസ് സർ. അവർക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കില്ല മാഡം. ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്താം. ബി പേഷ്യന്റ് ഡിയർ. ഡ്രൈവർ ഗാഡി എടുക്കോ. ഹായ് ഹായ്. മിത്ര, മിത്ര ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നാത്തുറാം. നാത്തു, മീറ്റ് മൈ ഹോണി വാലി ഭാബി മിത്ര ആർ വർമ്മ. നമസ്തേ. നേരത്തെ പെഹൽഗാമാണ്. ഇപ്പോ BBC-യുടെ ഡൽഹി പ്രോഗ്രാം മാനേജർ. അച്ഛന് ഫ്രാൻസിൽ ഡാമിംഗ് ബിസിനസ് ആണ്. അപ്പോ ലക്ഷപ്രഭു എന്ന് പറയാൻ പറ്റില്ല, കോടീശ്വരനാണ്. നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ ഉഷേന്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അയ്യോ, പക്ഷേ നിന്നെ പാരീസിലേക്കൊന്നും വിടില്ല. ആട്ടം കൂത്തൊക്കെ ഇന്ത്യൻ സ്റ്റേജിൽ തന്നെ മതി. भाभी ने क्या बोला? भाभी मुझसे नाराज तो नहीं है? ये हमारा दिल का टुकड़ा है, इसे हम नजरों से दूर नहीं होने देंगे. आज का लंच हमारे घर में. Agreed. ഫ്രാൻസിൽ നിന്ന് എന്നെ കാണാൻ അവർ വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ട്? ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും. കം ലെറ്റ്സ് ഗോ. സോറി, അത് പറ്റില്ല. വൈ നോട്ട്? സ്ട്രേഞ്ചേഴ്സിനെ കാറിൽ കയറ്റാൻ പാടില്ല. അത് പ്രോട്ടോകോളിനെതിരാണ്. നോട്ട് സ്ട്രേഞ്ചർ അല്ല. ഹി ഈസ് മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്. ആയിരിക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. എനിക്ക് ഇയാൾ അപരിചിതനാണ്. നോക്ക്, ഇതിനൊന്നും എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. ഓക്കെ, കം ഓൺ മാൻ, ഗെറ്റ് ഇൻ. आई एम सॉरी, आप इस कार में नहीं आ सकते. इट्स अगेंस्ट सिक्योरिटी रेगुलेशंस. भाड़ में गया तुम्हारा रूल. प्लीज डोंट ट्राई टू क्रिएट अ सीन. टैक्सी. ओके, आई विल मैनेज. मैं टैक्सी में चलता हूँ, यू फॉलो मी. प्लीज. ആ കാറിന്റെ പുറകെ പോയാൽ മതി. സോറി, ഗ്രേറ്റർ കൈലാഷിൽ എന്തോ കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇന്റലിജൻസ് മെസ്സേജ്. BSF ഡൽഹി പോലീസും റോഡ് ബ്ലോക്ക് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ. ഐ എം സോറി. നോ, നാത്തുറാമിന്റെ ഫ്ലാറ്റിലേക്കല്ലാതെ ഞങ്ങളില്ല.